നമസ്കാരം. നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാലോ, എന്താണ് ശരിക്കും സ്വതന്ത്രനാവുക എന്ന് പറഞ്ഞാല്? നമ്മളെ ആരും ശല്യപ്പെടുത്താതിരിക്കുന്നതാണോ, അതോ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നതാണോ? ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം, പിന്നെ അവകാശങ്ങൾ, ഇതിന്റെയൊക്കെ ആഴങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഈ വിശകലനം തുടങ്ങുന്നത് ശരിക്കും ഈയൊരു ചോദ്യത്തിൽ നിന്നാണ്. എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? ഈയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ളൊരു ശ്രമമാണ് നമ്മളിന്ന് നടത്തുന്നത്. ഓക്കേ, അപ്പൊ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പൊളിറ്റിക്കൽ തിയറി അനുസരിച്ച് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് ഭരണകൂടത്തിന്റെ അനാവശ്യമായ ഇടപെടലുകളിൽ നിന്ന് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന അവസ്ഥയാണ്. ഒന്നുകൂടി സിമ്പിളായി പറഞ്ഞാല്, ആരും നമ്മളെ അന്യായമായിട്ട് തടയാതെ നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ളൊരു കഴിവ്. നമ്മൾ പൊതുവെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഈ ഒരാശയമാണ്: നെഗറ്റീവ് സ്വാതന്ത്ര്യം. അതായത് മറ്റൊരാളും നമ്മുടെ കാര്യത്തിൽ ഇടപെടരുത്, അത്രയുള്ളൂ. ഈ ഒരു ഐഡിയ ഏറ്റവും നന്നായിട്ട് വിശദീകരിച്ച ഒരാളാണ് ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന ചിന്തകൻ. അദ്ദേഹത്തിന്റെ ഹാനി സിദ്ധാന്തം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നില്ലെങ്കിൽ ആർക്കും, ഭരണകൂടത്തിനു പോലും നിങ്ങളെ തടയാൻ ഒരു അവകാശവുമില്ല. ഇതാണ് നെഗറ്റീവ് സ്വാതന്ത്ര്യത്തിന്റെ ഒരടിത്തറ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നെഗറ്റീവ് സ്വാതന്ത്ര്യം എന്നുവെച്ചാൽ നിങ്ങളെ നിങ്ങളുടെ പാട്ടിന് വിടുക എന്നതാണ്. ആരും നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല, ആരും നിങ്ങളെ തടയുന്നുമില്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടേതു മാത്രമായിരിക്കും. പക്ഷേ ഒരു മിനിറ്റ്, നമ്മളെ വെറുതെ വിട്ടാൽ മാത്രം മതിയോ? ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, പക്ഷേ കയ്യിലാണെങ്കിൽ പൈസയുമില്ല. ഭക്ഷണം വാങ്ങുന്നതിൽ നിന്ന് ആരും നിങ്ങളെ തടയുന്നില്ല. എന്നാലും നിങ്ങൾ ശരിക്കും സ്വതന്ത്രനാണോ? ഈ ചോദ്യമാണ് നമ്മളെ അടുത്ത ഒരു ആശയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് പോസിറ്റീവ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഇത് വെറുതെ വിടുക എന്നതിനേക്കാൾ ഉപരി ഒരാളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഓർമ്മയില്ലേ? ഭക്ഷണം വാങ്ങാൻ പണമില്ലാത്ത ആൾ. പോസിറ്റീവ് സ്വാതന്ത്ര്യം പറയുന്നത് ഒരാൾക്ക് ശരിക്കും സ്വതന്ത്രനാകണമെങ്കിൽ വിദ്യാഭ്യാസം, ആരോഗ്യം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി വേണമെന്നാണ്. ടി.എച്ച്. ഗ്രീനെ പോലുള്ള ചിന്തകർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണെന്നാണ്. അപ്പോ ഈ ഒരു വ്യത്യാസം വളരെ വ്യക്തമാണല്ലേ? നെഗറ്റീവ് സ്വാതന്ത്ര്യം പറയുന്നത് എന്നെ വെറുതെ വിടൂ എന്നാണ്. പക്ഷെ പോസിറ്റീവ് സ്വാതന്ത്ര്യം പറയുന്നത് എന്നെയൊന്ന് സഹായിക്കൂ, എനിക്ക് വളരാൻ അവസരങ്ങൾ തരൂ എന്നാണ്. ഒന്ന് ഇടപെടലുകളുടെ അഭാവമാണെങ്കിൽ മറ്റേത് പ്രവർത്തിക്കാനുള്ള കഴിവാണ്. അപ്പോ ഈ രണ്ട് തരം സ്വാതന്ത്ര്യങ്ങൾക്കിടയിൽ ഒരു ബാലൻസ് എങ്ങനെയാണ് ഒരു സമൂഹം കണ്ടെത്തുക? ഇവിടെയാണ് അവകാശങ്ങളുടെ പ്രാധാന്യം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവകാശങ്ങളാണ് സ്വാതന്ത്ര്യത്തിന് ഒരു പ്രായോഗികമായ ചട്ടക്കൂട് നൽകുന്നത്. അപ്പോ എന്താണ് ഈ അവകാശങ്ങൾ? അവ നമുക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ട ന്യായമായ ആവശ്യങ്ങളാണ്. ഒരു തരം സംരക്ഷണ കവചമെന്ന് വേണമെങ്കിൽ പറയാം. ഭരണകൂടത്തിന് പോലും ലംഘിക്കാൻ പാടില്ലാത്ത ചില ഉറപ്പുകൾ. ഈ അവകാശങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഒന്നാമതായി, അവയ്ക്ക് നിയമത്തിന്റെ പിൻബലമുണ്ട്. അതായത് വെറും ആഗ്രഹങ്ങളല്ല, നടപ്പിലാക്കാൻ പറ്റുന്നവയാണ്. അവ നമ്മുടെ അന്തസ്സും സമത്വവും ഒക്കെ ഉറപ്പാക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഓരോ അവകാശത്തിന്റെ കൂടെയും ഒരു കടമയുമുണ്ട്. മറ്റുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അവകാശങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറിയിട്ടുണ്ട്. ഒന്നാം തലമുറ അവകാശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് സ്വാതന്ത്ര്യം പോലെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, വോട്ടവകാശം, അതായത് ഭരണകൂടം ഇടപെടരുത് എന്ന് പറയുന്നവ. എന്നാൽ രണ്ടാം തലമുറ അവകാശങ്ങൾ പോസിറ്റീവ് സ്വാതന്ത്ര്യം പോലെയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം പോലുള്ള കാര്യങ്ങൾ ഭരണകൂടം ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഈ ആശയങ്ങൾക്കൊക്കെ പിന്നിൽ ഒരുപാട് വലിയ ചിന്തകരുണ്ട്. ജോൺ ലോക്ക് ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള നമ്മുടെ സ്വാഭാവിക അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ജോൺ റോൾസ് ഒരു പടി കൂടി മുന്നോട്ടു പോയി ഒരു സമൂഹം എങ്ങനെ നീതിയുക്തമാക്കാമെന്ന് ചിന്തിച്ചു. ഈ ചിന്തകളുടെ ഒക്കെ ഒരു തുടർച്ചയാണ് ഇന്ന് നമ്മൾ കാണുന്ന അവകാശ സങ്കല്പങ്ങൾ. അപ്പൊ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഒരു സമൂഹത്തിൽ പലതരം സ്വാതന്ത്ര്യങ്ങൾ തമ്മിലൊരു ബാലൻസ് അത്യാവശ്യമാണ്. ഈ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ അവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു പങ്കുവഹിക്കുന്നുണ്ട്. അതിന്റെ കാരണം വളരെ സിമ്പിളാണ്. ഒന്നാലോചിച്ചു നോക്കൂ. പരിധിയില്ലാത്ത സമ്പൂർണമായ സ്വാതന്ത്ര്യം ഒരു സമൂഹത്തിൽ പ്രായോഗികമല്ല. അത് അവസാനം അരാജകത്വത്തിലേക്ക് നയിക്കുകയുള്ളൂ. നമുക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം തന്നെ എടുക്കാം. നിങ്ങൾക്ക് രാത്രിയിൽ നല്ല ഉച്ചത്തിൽ പാട്ട് വയ്ക്കാൻ തോന്നുന്നു. അത് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം
നിങ്ങളുടെ അയൽക്കാരന്റെ സമാധാനമായി ഉറങ്ങാനുള്ള അവകാശത്തെ ഹനിക്കുകയാണ്. ഇവിടെയാണ് നിയമം വരുന്നത്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചെറുതായി നിയന്ത്രിക്കുന്നതിലൂടെ മറ്റൊരാളുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നു. ഇങ്ങനെയാണ് എല്ലാവരുടെയും സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അവകാശങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഏതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? ആരും ഇടപെടരുത് എന്ന് പറയുന്ന നെഗറ്റീവ് സ്വാതന്ത്ര്യത്തിനോ, അതോ എല്ലാവർക്കും വളരാനും കഴിവുകൾ നേടാനും അവസരം നൽകുന്ന പോസിറ്റീവ് സ്വാതന്ത്ര്യത്തിനോ? ഇതിനൊരു ഒറ്റ ശരിയുത്തരമില്ല, പക്ഷേ ആ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് ഒരു നല്ല സമൂഹത്തെ രൂപപ്പെടുത്തുന്നത്. നന്ദി.